ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന പാകിസ്ഥാനിലും ഇന്ത്യയിലും അടക്കം വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലുള്ള ജമാഅത്ത് ഇസ്ലാമി ഘടകത്തിന് എന്ന് ഇന്ത്യ പൂട്ടിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായ ബംഗ്ലാദേശിലുണ്ടായ കലാപവും 200 പേരുടെ മരണത്തിനിടയാക്കിയ കലാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജമാഅത്ത് ഇസ്ലാമിയെയും ഒപ്പം അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഛത്ര ശിബിറിനെയും അവിടുത്തെ സർക്കാർ നിരോധിച്ചിരിക്കുന്നു. ഈ സംഘടനയ്ക്ക് 2008 മുതൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതിയില്ലായിരുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിയിരുന്നു. ഈ സംഘടന ചെയ്തിരുന്നത് വേറെ ചില സംഘടനകൾ വേറെ പേരിൽ രൂപീകരിക്കുകയും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ നുഴഞ്ഞു കയറുകയുമായിരുന്നു. ഇപ്പോൾ നടന്ന കലാപങ്ങളിലും സംഘർഷങ്ങളിലുമൊക്കെ ഈ സംഘടനയ്ക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ജമാഅത്ത് ഇസ്ലാമിയെ ബംഗ്ലാദേശ് നിരോധിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇപ്പോൾ ജമ്മു കാശ്മീരിലും ബംഗ്ലാദേശിലും അടക്കം ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഈ സംഘടന തന്നെയാണ് ഈജിപ്തിലെ മുൻപ് മുല്ലപ്പൂ വിപ്ലവമായാലും മറ്റു സംഘടനകളുടെ മറ്റു പല പേരിൽ മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പേരിലുമൊക്കെ പേര് മാറി പ്രവർത്തിച്ചിരുന്നത് എന്ന് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വിവരം ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചു എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.